Hey guys, welcome to Groom with Well Show. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഹെയർ ഗ്രോത്തിൻ്റെ സീരീസ് ബേസിലാണ് ഞാനിപ്പോൾ സെക്കൻഡ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് വീഡിയോയ്ക്ക് എനിക്ക് നല്ലപോലെ തന്നെ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇത്രയും ഒരു റെസ്പോൺസ് കിട്ടുമെന്നുള്ളത്. താങ്ക് യു സോ മച്ച്. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിപ്പം ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്ന റീസെൻ്റ്ലി ഞാൻ ആ ടൈമിൽ യൂസ് ചെയ്യുന്നത് ഇപ്പം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റാണ്. റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്ത സാറ്റിൻ പ്രൊഡക്ട്സ് ആണ്. സാറ്റിൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയറിന് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ്. അതായത് സ്പ്ലിറ്റ്നെസ് ഉണ്ടാകത്തില്ല, ഡാമേജ് ആവത്തില്ല, അങ്ങനെ ഒരുപാട് യൂസേജസ് ആണ്. അതിലിപ്പോൾ ഞാൻ ആദ്യം സ്ക്രഞ്ചീസ് ആണ്. ഈ സ്ക്രഞ്ചീസ് ആണ് ഞാനിപ്പം നോർമലി പോണിറ്റൈൻ ഒക്കെ കെട്ടുന്നത്. ഈ സാറ്റിൻ്റെ സ്ക്രഞ്ചീസ് വെച്ചിട്ടാണ്. അല്ലാണ്ട് ബോണറ്റ്സ് ഇതിപ്പോൾ രാത്രി തലയിൽ ക്യാപ്പായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ബോണറ്റാണ്. ഇതാകുമ്പോഴത്തേക്കും രാത്രി നമ്മൾ ഈ നോർമലി രാത്രി കിടന്നുമാറിയിട്ട് നമുക്ക് തല അങ്ങനെ ഇങ്ങനെ കാട്ടിയിട്ട് മുടി പെട്ടെന്ന് പൊട്ടിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു ക്യാപ്പ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. നിങ്ങൾക്കത് യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് ചേഞ്ചസ് മനസ്സിലാവും. കൂടാണ്ട് പില്ലോ കേസ് സാറ്റിൻ്റെ തന്നെ പില്ലോ കേസാണ്. ഇത് മൂന്നുമാണ് ഞാനിപ്പം സാറ്റിൻ്റെ ഹെയറിൽ കൂടുതലായിട്ടും എൻ്റെ ഡെയിലി യൂസേജ് അല്ലെങ്കിൽ ഡെയിലി റൂട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ മൂന്നും എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാനിത് മേടിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഒരു പേജ് വഴിയിട്ടാണ്. ഞാൻ പേജ് ലിങ്കിൽ മെൻഷൻ ചെയ്തേക്കാം. സോ ഇനിയും അടുത്ത എൻ്റെ ഒരു ഹോം റെമഡീസ് ഹെയർ ഗ്രോത്തിൻ്റെ എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.